ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ശിവയിലൊക്കെ തൊഴുതിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ, വൈകിട്ട് അവിടെ. പിന്നെ നമ്മൾ വെളുപ്പിനെ എണ്ണിച്ചിട്ടുണ്ട്, 5 മണിയൊക്കെ അപ്പോൾ എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്പഴന്തിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ കുളിച്ചു, അതുപോലെ തന്നെ ദേവും അപ്പച്ചിയൊക്കെ കുളിച്ച്, ഇപ്പോൾ ശ്രീകുട്ടിയും കൂടെയൊക്കെ കുളിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാറാകും. അപ്പം നമ്മൾ ഇനിയും പോകുന്നത് ചെമ്പഴന്തിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ദേവ് തന്നെ അപ്പച്ചിക്ക് പൊട്ട് ഇട്ട് കൊടുക്കുകയോ ലിഫ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചെമ്പഴന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഗുരുദേവൻ ജനിച്ച് വളർന്ന വീടും ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ചെമ്പഴന്തി വയൽവാരം വീട് എന്നൊക്കെയും പറയും കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു മുത്തശ്ശി പ്ലാവൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അതേപോലെ ആദ്യമേ നമുക്ക് എല്ലായിടവും ഒന്ന് കയറി തൊഴുതിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ അവിടെ എല്ലാം കയറി തൊഴുതിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളെ ഗുരുദേവൻ ജനിച്ച് വളർന്ന വീട് കേട്ടോ, വയൽവാരം വീട്. അപ്പം അത് നമുക്കിനിയും കാണാം. ഇപ്പോൾ പണ്ട് ഒരു 2005 2006 ആ സമയത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് കയറായിരുന്നു. അകത്ത് കയറി ഇപ്പുറത്തെ വാതിലിൽ കൂടെ നമുക്ക് ഇറങ്ങാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നും കയറ്റാറില്ല കേട്ടോ. അന്ന് ഇതേപോലെ ഇതിന് വലിയൊരു റൂഫിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതിങ്ങനെ ഓലയൊക്കെ മേഞ്ഞൊരു ചെറിയൊരു വീടായിട്ട് മാത്രം. ഇപ്പോൾ അത് നല്ലപോലെ ഇതിൻ്റെ മേളിൽ റൂഫിംഗ് ഒക്കെ ചെയ്ത് നനയാതെ വെയിലടിക്കാതെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ട് ഇനിയിപ്പം നമ്മൾ മുകളിലോട്ട് കയറി പോവാണ്. പിന്നെ നമ്മൾ എപ്പോഴത്തേയും പോലെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഗുരുപൂജ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം രാവിലത്തെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ഇഡലിയും സാമ്പാറും ഒക്കെയാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മുത്തശ്ശി പ്ലാവ് ഉണ്ടോ, ഇതിനെക്കുറിച്ച് പറയാനേ കേട്ടോ. ഇപ്പോൾ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ പ്ലാവ്. ഇതിൻ്റെ അടിയിൽ ഗുരുദേവൻ വിശ്രമിച്ചിരുന്നു ഒക്കെ പറയുന്നുണ്ട്. ഒരു 300 മുതൽ 500 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ചെമ്പഴന്തിയിൽ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെമ്പഴന്തിയിൽ നിന്ന് പോയി നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോലത്തുകര അമ്പലമാണ് കേട്ടോ. ഇവിടെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ വയ്ക്കുന്നത്. ഗുരുദേവൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ആണിവിടെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ വെച്ചത്. അതിൽ തന്നെ അത് ആദ്യമായിട്ട് ഗുരുദേവനെ നോക്കി വരച്ച ഒരു ഫോട്ടോയാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം ശിവന്റെ പ്രതിഷ്ഠ വെച്ചേക്കുന്ന അമ്പലമാണ്. ഇപ്പം പണ്ട് കാലത്ത് ഇവിടെ ദേവി ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയായിരുന്നു വെച്ചിരുന്നത്. അപ്പം പണ്ട് കാലത്ത് ഇവിടെ മാറാരോഗങ്ങൾ, വസൂരി പോലുള്ള മാറാരോഗങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അപ്പോൾ ദേവിയുടെ പ്രതിഷ്ഠ മാറ്റി വെച്ചിട്ട് ഇവിടെ ഗുരുദേവൻ രണ്ടാമതായിട്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണിത് കേട്ടോ. അപ്പം ദേവിയുടെ വിഗ്രഹം മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ തിരി കത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പം ശിവക്ഷേത്രമായിട്ടാണ് ഇപ്പോൾ ഇവിടെ അത് അറിയുന്നത്. ദേവ് അപ്പോൾ ഏതോ ഒരു ചേച്ചിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും കാലം ശിവരി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം ഗുരുദേവൻ്റെ പ്രതിഷ്ഠ ആദ്യമായിട്ട് ഇവിടെ വെച്ചെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തൊഴിലിട്ടിറങ്ങി നമ്മൾ ആറ്റുകാൽ വന്നിട്ടുണ്ട് കേട്ടോ. ആറ്റുകാൽ നമ്മുടെ അകത്ത് കയറുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കൊണ്ട് അകത്ത് കയറി എല്ലാം തൊഴുതു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഇവിടുന്ന് നമ്മൾ പോയി. പിന്നീട് നമ്മളിവിടെ വന്നേക്കുന്നത് കുന്നുംപാറ എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ. കുന്നുംപാറയിലാണ് വന്നേക്കുന്നത്. അവിടെയും വന്ന് നമ്മൾ ഇതിൻ്റെ താഴെയാണ് അമ്പലം. അവിടെ പോയി ഞങ്ങൾ തൊഴുതിട്ട് ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കേട്ടോ. ചെറിയൊരു തണലും മരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് കൊണ്ട് നല്ല രസമായിരുന്നു ഇവിടെ ഇരിക്കാൻ. അവിടെ പോയി കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ അത്. അപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത പോലെ വെയിലാണ്. എന്താ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എൻ്റെ ചെങ്കല്ല് ശിവക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേട്ട് ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള ഒരു ശിവക്ഷേത്രമാണ്.
അപ്പം നമുക്ക് ആ ശിവലിംഗത്തിനകത്ത് കയറാനൊക്കെ പറ്റും. മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ കയറാനൊന്നും പറ്റിയില്ല. കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയില്ല. ഈ പ്രാവശ്യം അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ അമ്പലത്തിൽ കയറിയൊക്കെ തൊഴുതു. അപ്പം നമ്മൾ ആ ചൂടിൻ്റെ അകത്തുനിന്ന് ഇവിടെ ഈ നടപ്പന്തൽ വന്ന് കയറുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. തണുപ്പ്, നല്ല കാറ്റും ചൂടൊക്കെ ഇച്ചിരി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇത് വെച്ച് വന്ന് കയറിയപ്പം. നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ശേഷം നമ്മൾ ഈ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണം. ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ കൗണ്ടറിൽ ഫോൺ കൊടുക്കണം. അപ്പം നമ്മളവിടെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് എല്ലാം കണ്ടതിന് ശേഷം ഇറങ്ങി വന്നു കേട്ടോ. അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്നു വെച്ചാൽ അവർ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അവിടുത്തെ കൗണ്ടറിൽ നമ്മൾ ഫോൺ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വന്ന് അവിടെ അകത്ത് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ചായയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടോട്ട് പോകുന്നു കേട്ടോ. ഇപ്പം ചെങ്കല്ല് ശിവക്ഷേത്രത്തിൽ പോയതിന് ശേഷം അന്ന് വൈകിട്ട് നമ്മൾ അരുവിപ്പുറത്ത് വന്നു കേട്ടോ. അവിടെ വന്ന് നമ്മളന്ന് തങ്ങി പിറ്റേ ദിവസം രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയും കാപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അരുവിപ്പുറത്ത് നമുക്ക് ഇനിയും കാണാനുള്ളത് ഗുരുദേവൻ പിന്നെ ഒരു ഗുഹയിൽ പിന്നെ തപസ്സിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പോകണം. അത് നമ്മൾ കുറേ ഇങ്ങനെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി ഒത്തിരി നടന്ന് മുകളിലോട്ട് വരണം. അപ്പം അവിടെ ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ മേളിൽ വന്നപ്പോൾ തന്നെ ദൈവം എടുത്ത് അവിടെ ദൈവം താഴോട്ട് ഇറങ്ങി വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് തിരക്കൊന്നും വലുതായിട്ടില്ല കേട്ടോ. ഞങ്ങൾ പണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ ക്യൂ നിന്നിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഒത്തിരി താമസമാണ് കേട്ടോ. പിന്നെ 2 പേരെ വെച്ച് അതിനകത്തോട്ട് അവരെ ഇറക്കി വിടുകയുള്ളൂ. അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ക്യൂ നിന്ന് പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ആൾ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഇതുവഴിയാണ് ആ ഗുഹയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഗുരുദേവൻ തപസ്സിരുന്നത്. അപ്പോൾ അകത്ത് പോയി അതൊക്കെ കണ്ടിട്ട് ഞാൻ പോയില്ല കേട്ടോ. ഞാൻ നേരത്തെ കയറിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മളിവിടുത്തെ പ്രധാന ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? കപ്പ വേവിച്ചതാണ് കേട്ടോ. കപ്പ ഇതേപോലെ മുളകൊക്കെ ഇട്ട് താളിച്ചൊരു വെറുതെ കപ്പ ഇങ്ങനെ വേവിച്ചിട്ട് കടുക് താളിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തി കാണും, പിന്നെ ഒരു കടുംചായയും കാണും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ടേസ്റ്റ് കാണത്തില്ല, തിന്നാനും ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയി കേട്ടോ. അതിനുശേഷം നമ്മൾ എവിടെ വന്നേക്കുന്നതെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ശംഖുമുഖത്ത് വന്നേക്കാണ് കേട്ടോ. ശംഖുമുഖം ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങാൻ കൊണ്ട് വന്നതാണ്. അപ്പം ദേവു ആദ്യം മുതലേ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകണമെന്ന്. അങ്ങനെ ഇവിടെ വന്നേക്കണം. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. പറഞ്ഞ് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ഞങ്ങളൊരു ഡിസംബർ 31-ാം തീയതിയാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര ആളായിരിക്കുമേ. ഇന്നൊന്നുമല്ല, എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കാന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഈ പറയുന്ന തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. പെട്ടെന്നൊന്ന് ഇറങ്ങിയിട്ട് പോകണമെന്നേ ഉള്ളായിരുന്നു. കടലിൽ ഇറങ്ങണമെന്നൊന്നും തോന്നിയില്ല. അതിനെല്ലാം ഭയങ്കര തിരയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഭയങ്കര ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാവും. ഭയങ്കരമായിട്ട് ഇതേണ്ട കണ്ടോ, എന്തോ കലി തുള്ളി തിരമാല വരുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി താഴോട്ട് ഇറങ്ങിയൊന്നും പോയില്ല. ഒത്തിരി നേരം അവിടെ നിന്നു. അപ്പം ഞങ്ങളിവിടെ വന്നന്ന് വൈകിട്ടാണ് ന്യൂ ഇയറിൻ്റെ ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇഷ്ടംപോലെ പരിപാടിയൊക്കെ കാണാം. നല്ലൊരു വൈബായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിന്നെ ഒരു കയറെ പിടിച്ച് വലിക്കുന്നത്. അതിങ്ങനെ വലയിട്ടേക്കുന്നതാണ് കേട്ടോ. മീൻ പിടിക്കാനായിട്ട് വലയിട്ടേക്കുന്നതാണ്. അതിങ്ങനെ കരയ്ക്കോട്ട് അടുപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം നമ്മൾ ഇത് കാണാൻ വേണ്ടി കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. അത് വലിച്ച് ഇങ്ങനെ കരയ്ക്ക് അടിയുമ്പോഴത്തേക്കിനും എന്തോ ഒരു മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിന്നാണ് കേട്ടോ. Bapak.
ഇതിങ്ങനെ മുക്കുവന്മാരാണ് കേട്ടോ. അവർ പറയുന്ന ഭാഷ വേറെ എന്താണ് കേട്ടോ, നമുക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പോൾ വല കരയ്ക്ക് വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നെത്തോലി പോലത്തെ എന്തോ ചെറിയ മീനാണ്, കുറച്ച് വറ്റയൊക്കെ കുറച്ച് കിടപ്പുണ്ട്, അല്ലാതെ വലിയ മീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ തിരുവനന്തപുരം മ്യൂസിയവും സൂ ഒക്കെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മൾ മൃഗശാലയിൽ വന്ന് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട ഒരു അരമുക്കാൽ മണിക്കൂറുള്ള അതിൽ കൂടെ നടന്ന് മടുത്ത് കേട്ടോ. പിന്നെ അത് പാമ്പ്, പല സൈസ് പാമ്പുകൾ, പുലിയ, സിംഹം, അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ശിവേരി യാത്രയുടെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി എന്നൊക്കെ ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.